ഞെട്ടലുണ്ടാക്കുന്ന സംഭവം അമ്മ ശക്തമായി നിൽക്കണമെന്ന് നടി ഊർവശി. സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ അമ്മ സംഘടന വളരെ ശക്തമായി ഇടപെടണം സമയമാണിതെന്ന് നടി ഊർവശി. ഒഴുകിയും മാറിയും ആലോചിക്കുക എന്നല്ല പറയാതെ വളരെ സംഘടന നിലകൊള്ളുന്ന അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉടൻ വിളിച്ചു ചേർക്കണം. സിനിമയിൽ മോശം അനുഭവമുണ്ടായ സ്ത്രീകളോടൊപ്പമാണ് താനെന്നും ഊർവശി പറഞ്ഞു. സ്ത്രീകൾ ആരോപണം ഉന്നയിക്കുന്നത് സിനിമയിലെ പുരുഷന്മാർക്കെതിരെയാണ്. സിനിമയിലെ എല്ലാ മേഖലയിലുമുള്ള പുരുഷന്മാർക്ക് ഇത് അപമാനമാണ്. സിനിമ മാത്രമാണ് ഉപജീവന മാർഗം എന്നു കരുതി വർഷങ്ങളായി ജീവിച്ചു വരുന്നത് ഇങ്ങനെയുള്ള പുരുഷന്മാർക്കിടയിലാണോ നിങ്ങൾ ജീവിക്കുന്നത് എന്ന കാര്യം ഞെട്ടിക്കുന്നതാണെന്നും ഊർവശി പറഞ്ഞു. ഞാൻ കൊടുക്കേണ്ടത് അന്നേ കൊടുത്തു. അഭിനയം നിർത്താമെന്ന് വിചാരിച്ചിരുന്നു. അന്ന് ഗണേഷുമായി സംസാരിച്ചു വരുന്ന നടി ഉഷ. പരാതി കൊടുക്കാൻ എന്തിനാണ് സ്ത്രീകൾ മടിക്കുന്നതെന്നും പരാതി നൽകാൻ മുന്നോട്ട് വരണമെന്നും നടി ഉഷ പറഞ്ഞു. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയും കൂടുതൽ നടിമാർ തങ്ങൾ നേരിട്ട ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തി മുന്നോട്ട് വരികയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് നടിയുടെ പ്രതികരണം. അഭിപ്രായം ശക്തമായി പറയും. സർക്കാരും സാംസ്കാരിക വകുപ്പും ശക്തമായി ഇടപെടണം. എല്ലാറ്റിനും ഒരു ചിട്ടാവട്ടം ഉണ്ടാകണമെന്നും നടി ഉഷ പറഞ്ഞു. രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കുമെന്ന് വാർത്തകൾ വരുന്നു. ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനം സംവിധായകൻ രഞ്ജിത്ത് രാജിവെക്കുമെന്ന് വാർത്തകൾ പുറത്തു വരുന്നു. റിപ്പോർട്ട് പുറത്തു വരുന്നതിന് ശേഷം രഞ്ജിത്തിനെതിരെ ഗുരുതര ആരോപണമായി ബംഗാൾ നടി ശ്രീലേഖ മിത്ര ഗുരുതര ആരോപണവുമായി രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് രാജിക്കായി ആവശ്യം ഉയർന്നു വരുന്നത്. പാലേരി മാണിക്യം എന്ന സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് സംവിധായകൻ രഞ്ജിത്ത് മോശമായി പെരുമാറിയെന്നാണ് നടി ആരോപിച്ചിരിക്കുന്നത്. ലൈംഗിക ചൂഷണത്തിന് ശ്രമമുണ്ടായെന്നും നടി വെളിപ്പെടുത്തിയിരിക്കുന്നു. രഞ്ജിത്തിനെതിരെയുള്ള പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് രാജിവെക്കാൻ ഒരുങ്ങുന്നുവെന്ന് റിപ്പോർട്ടുകൾ. രഞ്ജിത്തിനെതിരെയുള്ള നിയമ നടപടിയുമായി ബന്ധപ്പെട്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞ വാക്കുകൾ വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കി. സാംസ്കാരിക മന്ത്രിയുടെ വാക്കുകൾ ശോചനീയമാണ്. രഞ്ജിത്ത് മാറി നിൽക്കുന്നത് നല്ലതെന്ന് ഡയറക്ടർ ഭദ്രൻ. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്ത് മാറി നിൽക്കണമെന്ന് സംവിധായകൻ ഭദ്രൻ പറഞ്ഞു. സാംസ്കാരിക വകുപ്പ് മന്ത്രി ചെറിയാൻ്റെ നിലപാട് ശോചനീയമാണെന്നും ഭദ്രൻ പറഞ്ഞു. രഞ്ജിത്തിനെതിരെയുള്ള ആരോപണം ഞെട്ടിക്കുന്നതാണ്. രഞ്ജിത്ത് ഇരിക്കുന്ന സ്ഥാനത്തിന് പ്രശ്നമാണ്. ലോകത്തെ പേരെടുത്തവർ ഇരിക്കുന്ന സ്ഥാനത്താണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം നിൽക്കുന്നത്. അതുകൊണ്ട് തൽക്കാലം അദ്ദേഹം സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നു. സംശുദ്ധി വരുത്തിയതിനു ശേഷം വീണ്ടും തിരിച്ചു വരാമല്ലോ എന്ന് ഭദ്രൻ പറഞ്ഞു. എത്ര ആലോചിച്ചിട്ടും എന്താണ് പവർ ഗ്രൂപ്പ് എന്ന് മനസ്സിലാവുന്നില്ല. രഞ്ജിത്ത് നിരപരാധിയാണെങ്കിൽ എങ്ങനെ നോക്കുമെന്ന് MLA മുകേഷ്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെ ഏതെങ്കിലും തരത്തിൽ ദ്രോഹിക്കുകയോ വിഷമിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന നടനും MLAയുമായ മുകേഷ് പറഞ്ഞു. പവർ ഗ്രൂപ്പ് ഒന്നും സിനിമയിൽ വരാൻ സാധ്യതയില്ല. അതൊന്നും നിലനിൽക്കുന്നതല്ല. എത്രയായിട്ടും പവർ ഗ്രൂപ്പ് എന്താണെന്ന് മനസ്സിലാകുന്നില്ലെന്ന് മുകേഷ് പറയുമ്പോഴും LDFിലെ പ്രധാന ഘടകകക്ഷിയായി CPI സംസ്ഥാന നേതൃത്വം രഞ്ജിത്തിനെതിരെ രംഗത്ത് വരുന്നു. രഞ്ജിത്തിനെ സംരക്ഷിക്കരുത് എന്ന് പ്രകാശ് ബാബു. സർക്കാർ ഇടപെടൽ അനിവാര്യം. ആരോപണ വിധേയരെ മാറ്റണമെന്ന് CPI നിലപാട് കൽപ്പിച്ച് CPI സർക്കാർ ഇരയ്ക്കൊപ്പം നിൽക്കുന്നുവെന്ന് വേണം കാണാൻ. രഞ്ജിത്തിൻ്റെ വാഹനത്തിലെ ബോർഡ് മാറ്റി വീടിന് കനത്ത സുരക്ഷ ഏർപ്പെടുത്തി രാജിവെക്കുമെന്ന് സൂചനകൾ വരുന്നു. BJPയും DMKയും തമ്മിലുള്ള ശീതസമരം മാറ്റാൻ അണിയറ നീക്കം തുടങ്ങി.
കരുണാനിധിയുടെ ജന്മശതാബ്ദി ആഘോഷത്തിനിടെ കേന്ദ്ര പ്രതിരോധ മന്ത്രിയും BJP നേതാവുമായ രാജ്നാഥ് സിംഗ് നടത്തിയ പരാമർശം, അതിന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നൽകിയ മറുപടിയാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ചൂടേറിയ ചർച്ചയാവുന്നത്. കരുണാനിധിയുടെ ശതാബ്ദി ആഘോഷത്തിൽ പങ്കെടുക്കുന്ന കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ്, രാജ്യത്തെ ഏറ്റവും ആദരണീയനായ നേതാക്കളിൽ ഒരാളാണ് കരുണാനിധിയെന്നും സമർത്ഥനായ ഭരണാധികാരിയാണ് അദ്ദേഹമെന്നും പ്രശംസിച്ചു. രാജ്നാഥ് സിംഗിന്റെ പ്രസംഗം ചില രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു.